അങ്ങനെ 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പഞ്ചാബിന്റെ ക്യാപിറ്റലായിട്ടുള്ള ചണ്ഡീഗഡ് വന്നു കേട്ടോ. ഈ ചണ്ഡീഗഡ് ഉണ്ടല്ലോ പഞ്ചാബിന്റെ മാത്രം ക്യാപിറ്റൽ അല്ല, നമ്മുടെ ഹരിയാനയുടെ കൂടി ക്യാപിറ്റലാണ്. PSC ഗൈസ് പ്ലീസ് നോട്ട്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ചണ്ഡീഗഡ് വേസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ടൈമില്ല. വേഗം തന്നെ വെളിയിൽ വന്ന് ഒരു സിറ്റി ബസ്സിൽ കയറി സെക്ടർ 43 ബസ് സ്റ്റാൻഡിലേക്ക് പോയി കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് മണാലിക്കും ഷിംലയ്ക്കും കീലോങ്ങിനും എല്ലായിടത്തേക്കുള്ള ബസ് കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് ആദ്യം പോകുന്നത് ഷിംലയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഷിംലയിലേക്ക് ഒരുപാട് ബസ് പോകുന്നുണ്ട്. ഹിമാചൽ RTCയുടെ ബസ് ഫുൾ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പഞ്ചാബ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സിലാണ് ഷിംലയിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മൺസൂൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർത്തിലുണ്ടല്ലോ ഭയങ്കര ചൂടാണ്. ഇത് കണ്ടില്ലേ ചണ്ഡീഗഡിലെ ടെമ്പറേച്ചർ. ഒരു 4.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ നമുക്ക് ഷിംല എത്താനായിട്ട്. ചൂടായതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ദാഹിച്ച് അങ്ങനെ സൈഡായിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബസ് ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ച് പേര് ബസ്സിനകത്തോട്ട് കയറി വരുന്നത്. അവര് വന്ന് എല്ലാവർക്കും ആവശ്യത്തിന് നല്ല തണുത്ത റോസ് മിൽക്ക് തന്നിട്ട് പോയി കേട്ടോ. അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഏതോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെയാണിത്. ഹര ഹര മഹാദേവ്. ഒരു 4:15 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഷിംലയിലേക്ക് എത്തി. ഒരു വക ഇത്ര നേരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയും അധികം സമയം ഞങ്ങൾക്കില്ല. വൈകിട്ട് 6 മണിക്കാണ് നമ്മൾ ഷിംല എന്ന് കാസയിലേക്ക് ബസ് പോകുന്നത്. വള്ളി എന്നാന്ന് വെച്ചാൽ അതിന് മുന്നേ ആ ബസ്സിന് സീറ്റ് ബുക്ക് ചെയ്യണം. അത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആണ്. നമ്മുടെ വിജയുടെ ഒക്കെ പടത്തിന് FDFS ബുക്ക് ചെയ്യുന്ന പോലെയാണത്. എന്തായാലും ഒരു തരത്തിൽ ഞങ്ങളും സീറ്റ് ബുക്ക് ചെയ്തു. വിൻഡോ സീറ്റ് കിട്ടിയില്ല, പക്ഷെ എന്നാലും സീറ്റ് കിട്ടി. ഇതേണ്ട ഈ കിടക്കുന്ന ഹിമാചൽ പരിവാഹനിലാണ് വരുന്ന 11 മണിക്കൂറിന് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇന്നത്തെ രാത്രിയിലെ ഊണും ഉറക്കവും എല്ലാം അതിനകത്ത് തന്നെ. അതിനിടയ്ക്ക് വിശപ്പ് കൂടി ചെറിയ വയറുവേദന പോലെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പിന്നെ പോയി കുറച്ച് ഫുഡ് മേടിച്ച് ബസ്സിനടുത്ത് തന്നെ നിന്ന് കഴിച്ചു കേട്ടോ. ദേവഭൂമി ഹിമാചലിലെ യാത്രയായിട്ട് നാളെ കാണാവേ.